നിങ്ങൾക്കൊരു സ്വാഗതം. ഇബ്നു ബത്തൂത്തയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? 14-ാം നൂറ്റാണ്ടിലെ ആ വലിയ ലോക സഞ്ചാരി. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ്. ലോകം ചുറ്റി നടക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി ജീവിച്ചൊരു മനുഷ്യൻ എങ്ങനെ 8 വർഷത്തോളം ഡൽഹിയിലെ ഒരു സുൽത്താന്റെ കൊട്ടാരത്തിൽ ഒരു സ്വർണക്കൂട്ടിലെ തടവുകാരനെ പോലെ ജീവിച്ചു? അതൊരു മികച്ച ചോദ്യമാണ്. ആ ഒരു വൈരുദ്ധ്യത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കുറച്ചും കൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അതെ, കാരണം ഇബ്നു ബത്തൂത്തയുടെ കഥ വെറുമൊരു യാത്രാ വിവരണം മാത്രമല്ല, അത് പണ്ഡിതനും സഞ്ചാരിയും തമ്മിൽ, സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും തമ്മിൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നടന്ന ഒരു വലിയ സംഘർഷത്തിന്റെ കഥ കൂടിയാണ്. ശരിയാണ്. ആ സംഘർഷത്തിന്റെ വേരുകൾ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മനാടായ ടാഞ്ചിയേഴ്സിൽ തന്നെയാണ്. നമുക്ക് അവിടുന്ന് തുടങ്ങാം. പ്രിയ ശ്രോതാക്കളെ, ഇത് മലയാളം സ്റ്റോറി ടൈം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലാണ്. ചരിത്ര കഥകളും യാത്രാ വിവരണങ്ങളും ജീവിതാനുഭവങ്ങളും ശാന്തമായ ശബ്ദത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഒരിടം. ഇവിടെ പറയുന്ന കഥകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മലയാളം സ്റ്റോറി ടൈം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും. അപ്പോ 1304-ൽ വടക്കേ ആഫ്രിക്കയിലെ ടാഞ്ചിയേഴ്സിൽ യൂറോപ്പും ആഫ്രിക്കയും കൈകോർക്കുന്ന, മെഡിറ്ററേനിയനും അറ്റ്ലാന്റിക്കും ഒന്നിക്കുന്ന ഒരു സ്ഥലം. ഒരു തന്ത്രപ്രധാനമായ സ്ഥലം. കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന ഒരിടമായി തോന്നുന്നു. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്തായിരുന്നു? അവിടെയാണ് ഈ പറഞ്ഞ വൈരുദ്ധ്യത്തിന്റെ ഒരു തുടക്കം. അദ്ദേഹത്തിന്റെ കുടുംബം തലമുറകളായി ഖാദിമാരായിരുന്നു. ഖാദി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒരു ന്യായാധിപൻ മാത്രമല്ല, അന്നത്തെ സമൂഹത്തിലെ നിയമപാലകൻ, സിവിൽ ഭരണകർത്താവ്, പിന്നെ മതപരമായ കാര്യങ്ങളിൽ അവസാന വാക്ക്. അങ്ങനെ വലിയ അധികാരവും ബഹുമാനവുമുള്ള ഒരു പദവിയായിരുന്നു അത്. സ്വാഭാവികമായും ഇബ്നു ബത്തൂത്തയും ആ വഴി പിന്തുടരുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പോ ചെറുപ്പത്തിലെയുള്ള വിദ്യാഭ്യാസം മുഴുവൻ ഈയൊരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ളതായിരുന്നു അല്ലേ? തീർച്ചയായും. ഖുർആൻ, ഹദീസ്, അറബി വ്യാകരണം, പിന്നെ പ്രത്യേകിച്ച് മാലിക്കി നിയമശാസ്ത്രം, അതിലെല്ലാം അദ്ദേഹം ചെറുപ്പത്തിലെ അഗാധമായ പാണ്ഡിത്യം നേടി. ഇവിടെയാണ് നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്. എന്താണത്? ഇന്നത്തെ പോലെ വിസയോ പാസ്പോർട്ടോ ഇല്ലാത്തൊരു കാലം. നിങ്ങളുടെ യഥാർത്ഥ പാസ്പോർട്ട് നിങ്ങളുടെ തലച്ചോറിലാണ്. നിങ്ങൾ മാലിക്കി നിയമത്തിലൊരു പണ്ഡിതനാണെങ്കിൽ മൊറോക്കോ മുതൽ ഇന്ത്യ വരെയുള്ള ഏത് സുൽത്താന്റെ കൊട്ടാരത്തിലും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. അതൊരു പങ്കുവയ്ക്കപ്പെട്ട അതിരുകളില്ലാത്തൊരു ബൗദ്ധിക ലോകമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ താക്കോൽ. കൃത്യമായി. പക്ഷെ പുസ്തകങ്ങളുടെ ലോകം അദ്ദേഹത്തിലെ പണ്ഡിതനെ വളർത്തിയപ്പോൾ ടാഞ്ചിയസ് തുറമുഖം അദ്ദേഹത്തിനുള്ളിലെ സഞ്ചാരിയെ ഉണർത്തിയിരിക്കണം. പല ദേശങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ, ഭാഷകൾ, കഥകൾ. ഒരു വശത്ത് ഖാദിയായി ഒതുങ്ങിക്കൂടാനുള്ള ഒരു സുരക്ഷിതമായ ജീവിതം, മറുവശത്ത് സഹാറ മരുഭൂമി കടന്നുവരുന്ന കാരവാനുകളുടെയും കിഴക്കുനിന്ന് സുഗന്ധദ്രവ്യങ്ങളുമായി വരുന്ന കപ്പലുകളുടെയും പിന്നെ മക്കയിൽ പോയി വന്നവരുടെ അനുഭവങ്ങളുടെയും ഒരു മാസ്മരിക ലോകം. ഈ 2 ലോകങ്ങൾക്കിടയിൽ നിന്നാണ് അദ്ദേഹം ആ തീരുമാനമെടുക്കുന്നത്. അതെ, 21-ാം വയസ്സിൽ ഹജ്ജിന് പോവുക. അതൊരു സ്വാഭാവികമായ തീരുമാനമായിരുന്നില്ലേ? പുറമേക്ക് നോക്കുമ്പോൾ അതെ. പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അതൊരു മറം മാത്രമായിരുന്നു. ഒരു കാരണം. അതെ, പണ്ഡിതൻ എന്ന നിലയിൽ വീട്ടുകാരെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു കാരണം. പക്ഷെ ഉള്ളിൽ അതായിരുന്നു ലോകം കാണാനുള്ള ആ വലിയ പദ്ധതിയുടെ ആദ്യത്തെ ചുവടുവെപ്പ്. ആ യാത്രയുടെ തുടക്കം വളരെ ലളിതമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അമ്മയോട് യാത്ര പറഞ്ഞ് കുറച്ച് പണവും പുസ്തകങ്ങളുമായി ഒരു കോവർ കഴുതപ്പുറത്ത് ഒറ്റയ്ക്ക്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ പോലെ ഫോണോ ഇന്റർനെറ്റോ ഒന്നുമില്ലാത്തൊരു കാലം. ആ പോക്ക് ഒരു പക്ഷേ എന്നേക്കുമായുള്ള ഒരു യാത്ര പറച്ചിലായിരുന്നു. അവർക്കിനി പരസ്പരം കാണാൻ കഴിയുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. ശരിയാണ്. ആ ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. വടക്കേ ആഫ്രിക്കയുടെ തീരത്തുകൂടിയുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഒറ്റയ്ക്കായിരുന്നല്ലോ. അതെ, കൊള്ളക്കാരെ പേടിച്ച് പലപ്പോഴും യാത്രാ സംഘങ്ങൾക്കൊപ്പം ചേർന്നാണ് അദ്ദേഹം മുന്നോട്ടു പോയത്. പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ വലിയ പാഠങ്ങൾ അദ്ദേഹം പഠിച്ചു തുടങ്ങിയത് ആ യാത്രയിലായിരുന്നു. അദ്ദേഹം ഓരോ പട്ടണത്തിലും അവിടുത്തെ പണ്ഡിതന്മാരെയും സൂഫികളെയും കാണാൻ സമയം കണ്ടെത്തിയിരുന്നു എന്നും വായിച്ചിട്ടുണ്ട്. യാത്ര വെറും സ്ഥലങ്ങൾ കാണലായിരുന്നില്ല അല്ലേ? അല്ല, അതൊരു നെറ്റ്വർക്കിംഗ് കൂടിയായിരുന്നു. ഓരോ സ്ഥലത്തും പുതിയ അറിവുകൾ നേടുക, പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുക.
ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ വെച്ച് ബുർഹാനുദ്ദീൻ എന്ന ഒരു സൂഫി ഷേഖിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. ആ കൂടിക്കാഴ്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ആ പ്രവചനത്തിന്റെ കാര്യമല്ലേ? ഇവിടെയാണ് കഥയ്ക്കൊരു സിനിമയുടെ സ്വഭാവം വരുന്നത്. അതെ, ആ സൂഫി ഷെയ്ഖ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ കിഴക്കും പടിഞ്ഞാറും ഒരുപോലെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. നീ എന്റെ സഹോദരന്മാരായ ഫരീദുദ്ദീനെ ഇന്ത്യയിലും റുക്നുദ്ദീനെ സിന്ധിലും ബുർഹാനുദ്ദീനെ ചൈനയിലും കണ്ടുമുട്ടും. ചൈന വരെ? അതെ, അന്ന് ചൈനയുടെ പേര് കേട്ടപ്പോ ബത്തൂത്തയ്ക്ക് അതൊരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. പക്ഷേ ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞു. അലക്സാൻഡ്രിയയിൽ നിന്ന് അദ്ദേഹം എത്തുന്നത് അന്നത്തെ ഇസ്ലാമിക ലോകത്തിന്റെ ഹൃദയമായ കൈറോയിലേക്കാണ്, മംലൂക്ക് സുൽത്താൻമാരുടെ തലസ്ഥാനം. കൈറോ അന്നൊരു മെഗാസിറ്റി ആയിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരും പണ്ഡിതന്മാരും അവിടെ ഒത്തുകൂടി. പിരമിഡുകളും നൈൽ നദിയും അൽ അസ്ഹർ സർവകലാശാലയും എല്ലാം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കണം. തീർച്ചയായും. അവിടെ നിന്നാണ് അദ്ദേഹം വിശുദ്ധ നഗരങ്ങളായ ജെറുസലേമിലേക്കും പിന്നീട് ഡമാസ്കസിലേക്കും പോകുന്നത്. ഡമാസ്കസ് പോലുള്ള നഗരങ്ങളിലെ പണ്ഡിത സദസ്സുകളിൽ മാസങ്ങളോളം ചെലവഴിച്ചാണ് അദ്ദേഹം അറിവ് സമ്പാദിച്ചത്. അതായത് യാത്രയുടെ വേഗത കുറച്ചുകൊണ്ട് ഓരോ സ്ഥലത്തെയും ആഴത്തിൽ അറിയാൻ അദ്ദേഹം ശ്രമിച്ചു. അതെ അതെ. അങ്ങനെ ഒരു വർഷത്തെ യാത്രയ്ക്ക് ശേഷം 1326 അദ്ദേഹം തന്റെ ആദ്യ ലക്ഷ്യസ്ഥാനമായ മക്കയിലെത്തി. ആദ്യമായി കാബ കാണുന്ന ആ നിമിഷം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നത് അതൊരു വലിയ അനുഭവമായിരുന്നിരിക്കണം. തീർച്ചയായും. അതോടെ അദ്ദേഹത്തിന്റെ യാത്രയുടെ ഔദ്യോഗികമായ കാരണം പൂർത്തിയായി. അതെ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഹാജി എന്ന ബഹുമാനപ്പെട്ട പദവിയുമായി നാട്ടിലേക്ക് മടങ്ങി ഒരു ഖാദിയായി സുഖമായി ജീവിക്കാവുമായിരുന്നു. അദ്ദേഹത്തിലെ പണ്ഡിതൻ ഒരുപക്ഷെ അതാവും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷേ അദ്ദേഹം മടങ്ങിയില്ല. അവിടെയാണ് യഥാർത്ഥ ഇബ്നു ബത്തൂത്ത, ആ സഞ്ചാരി, പൂർണ്ണമായി വെളിപ്പെടുന്നത്. എന്തായിരിക്കും അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത്? മക്ക ആഗോള സംഗമവേദിയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം പേർഷ്യക്കാരെയും ഇന്ത്യക്കാരെയും മധ്യേഷ്യക്കാരെയും എല്ലാം പരിചയപ്പെട്ടു. അവരുടെ നാടുകളെക്കുറിച്ചുള്ള കഥകൾ കേട്ടപ്പോ താൻ ഇതുവരെ കണ്ട ലോകം എത്ര ചെറുതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ടാൻജിയേഴ്സിലെ തുറമുഖത്ത് കേട്ട കഥകൾ ഇപ്പോൾ കൺമുന്നിൽ ജീവനുള്ള മനുഷ്യരായി നിൽക്കുന്നു, കൃത്യമായി. അപ്പോൾ അദ്ദേഹത്തിലെ സഞ്ചാരി പൂർണ്ണമായി അധികാരമേറ്റെടുത്തു. അദ്ദേഹം ആ നിർണായകമായ തീരുമാനമെടുത്തു. തിരിച്ചുപോക്കില്ല, മുന്നോട്ടു മാത്രം. അറിയപ്പെടുന്ന ഇസ്ലാമിക ലോകം മുഴുവൻ കാണണം. അതെ, അതോടെ ഹജ്ജ് തീർത്ഥാടകൻ ഒരു ലോകസഞ്ചാരിയായി പുനർജനിച്ചു. അപ്പോൾ ഒരു തീർത്ഥാടകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കടമ കഴിഞ്ഞു. നാട്ടിലേക്ക് മടങ്ങിയ ഒരു ഹാജിയായി ശിഷ്ടകാലം ജീവിക്കാമായിരുന്നു. പക്ഷെ മക്കയിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിലെ സഞ്ചാരിയെ ഉണർത്തിക്കളഞ്ഞു. സ്വാഭാവികമായും അടുത്ത നോട്ടം കിഴക്കോട്ടായിരുന്നു. കാരണം അക്കാലത്തെ വ്യാപാരത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രങ്ങളായിരുന്ന പേർഷ്യയും ഇന്ത്യയും അവിടെയായിരുന്നു. അതെ, അദ്ദേഹം നേരെ പോയത് മംഗോൾ ആക്രമണത്തിൽ നിന്ന് കരകയറിക്കൊണ്ടിരുന്ന ഇറാഖിലേക്കും പേർഷ്യയിലേക്കുമാണ്. ബാഗ്ദാദിന്റെ പഴയ പ്രതാപത്തിന്റെ അവശിഷ്ടങ്ങൾ അദ്ദേഹം കണ്ടു. പിന്നീട് സിൽക്ക് റോഡിലൂടെ മധ്യേഷ്യയിലേക്ക്. ഈ യാത്രകൾ ശരിക്കും അപകടം നിറഞ്ഞതായിരുന്നു. എന്തൊക്കെയായിരുന്നു പ്രധാന വെല്ലുവിളികൾ? രാഷ്ട്രീയമായി അസ്ഥിരമായ പ്രദേശങ്ങൾ, കൊള്ളസംഘങ്ങൾ, കഠിനമായ കാലാവസ്ഥ. ഒരിക്കൽ ഒരു സംഘം കൊള്ളക്കാർ അദ്ദേഹത്തെ ആക്രമിച്ച് കയ്യിലുള്ളതെല്ലാം തട്ടിയെടുത്തു, വസ്ത്രങ്ങൾ പോലും. അയ്യോ! അർദ്ധനഗ്നനായി മരണത്തിന്റെ വക്കിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അത്തരം അനുഭവങ്ങൾ അദ്ദേഹത്തെ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല എന്നത് അത്ഭുതമാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ പ്രതിസന്ധിയും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിച്ചു. ഒരു പണ്ഡിതൻ എന്ന നിലയിലുള്ള അറിവും ആളുകളോട് പെരുമാറാനുള്ള കഴിവും അദ്ദേഹത്തിന് പലപ്പോഴും തുണയായി. വർഷങ്ങൾ നീണ്ട യാത്രകൾക്കൊടുവിൽ ദുർഘടമായ ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ കടന്ന് അദ്ദേഹം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യയിൽ ഡൽഹിയിൽ എത്തിയതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം വീണ്ടും നാടകീയമായി മാറുന്നത്. അതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. അതെ, അന്നത്തെ ഡൽഹി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് ഒരു വിചിത്ര സ്വഭാവക്കാരനായിരുന്നു. അതെ, നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും തന്റെ കൊട്ടാരത്തിലേക്ക് ആകർഷിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു. ഇത്രയധികം ലോകപരിചയവും നിയമത്തിൽ അഗാധ പാണ്ഡിത്യവുമുള്ള ഇബ്നു ബത്തൂത്തയെ കണ്ടപ്പോൾ തുഗ്ലക്കിന് വളരെയധികം മതിപ്പ് തോന്നി. അങ്ങനെ ഒരു യാത്രികൻ പെട്ടെന്നൊരു ദിവസം ഡൽഹിയിലെ പ്രധാന ന്യായാധിപനായി,
അതായത് ഖാദിയായി നിയമിക്കപ്പെട്ടു. അതെ, ഉയർന്ന ശമ്പളം, വലിയ വീട്, കുതിരകൾ, പരിചാരകർ. ടാഞ്ചിയേസിൽ അദ്ദേഹത്തിന്റെ കുടുംബം ആഗ്രഹിച്ച അതേ പദവി, പക്ഷേ ലോകത്തിന്റെ മറ്റൊരറ്റത്ത്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ വലിയ വൈരുദ്ധ്യം മൂർച്ഛിക്കുന്നത്. അദ്ദേഹത്തിലെ പണ്ഡിതന് ഇതിൽ കൂടുതൽ ഒന്നും നേടാനില്ല, പക്ഷെ സഞ്ചാരിക്ക് അതൊരു തടവറയായിരുന്നു, ഒരു സുവർണ കൂട്. എന്തുകൊണ്ട്? കാരണം തുഗ്ലക്കിന്റെ സ്വഭാവം പ്രവചനാതീതമായിരുന്നു. ഒരു ദിവസം രാവിലെ മികച്ച കവിത എഴുതിയ ആൾക്ക് അദ്ദേഹം സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തും. ഓക്കെ. അതേ ദിവസം വൈകുന്നേരം ചെറിയൊരു പിഴവിന് ഒരു ഉദ്യോഗസ്ഥന്റെ തൊലി ഊരിയെടുക്കാൻ കൽപ്പിക്കും. ഈ ഒരു അന്തരീക്ഷത്തിലാണ് ബത്തൂത്ത 8 വർഷത്തോളം ജീവിച്ചത്. ഓരോ സമ്മാനത്തിനൊപ്പവും വധശിക്ഷയുടെ നിഴലും ഉണ്ടായിരുന്നു. അതെ, പക്ഷെ അതൊരു അത്ഭുതമായി തോന്നുന്നു. മൊറോക്കോയിൽ നിന്നുള്ള ഒരാൾ പറയുന്നത് ഡൽഹിയിലുള്ളവർക്ക് അത്രയ്ക്ക് വിശ്വാസയോഗ്യമായിരുന്നു. ഭാഷയിലോ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങളിലോ പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ലേ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. തീർച്ചയായും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തുടക്കത്തിൽ ഹിന്ദി അത്ര വശമുണ്ടായിരുന്നില്ല. തുഗ്ലക്കുമായി സംസാരിക്കാൻ ഒരു ദ്വിഭാഷിയുടെ സഹായം വേണ്ടിയിരുന്നു. നിയമപരമായ കാര്യങ്ങളിൽ സഹായിക്കാൻ പ്രാദേശിക പണ്ഡിതരെയും നിയമിച്ചിരുന്നു. പക്ഷേ തുഗ്ലക്കിനെ പോലുള്ള ഒരു ഭരണാധികാരിക്ക് തദ്ദേശീയമായ അധികാര രാഷ്ട്രീയത്തിൽ പങ്കില്ലാത്ത പുറത്തുനിന്നുള്ള ഒരാളെ ന്യായാധിപനായി വെക്കുന്നത് പലപ്പോഴും ഗുണകരമായിരുന്നു. അയാൾക്ക് ആരോടും പ്രത്യേക കൂറുണ്ടാവില്ല. സുൽത്താനോടല്ലാതെ. അതായിരുന്നു ബത്തൂത്തയുടെ നിയമനത്തിന് പിന്നിലെ ഒരു രാഷ്ട്രീയ കാരണവും. 8 വർഷം ആഡംബരത്തിനും ഭയത്തിനും ഇടയിലുള്ളൊരു ജീവിതം. കൊട്ടാരത്തിലെ ഗൂഢാലോചനകൾ, സുഹൃത്തുക്കളൊന്നുമല്ലാതാവുന്നത് കൺമുന്നിൽ കാണേണ്ടി വരുന്നത്, അത് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരിക്കണം. വളരെയധികം. ഒരു ഘട്ടത്തിൽ ഒരു സൂഫി സന്യാസിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ സുൽത്താൻ ബത്തൂത്തയും സംശയിക്കാൻ തുടങ്ങി. അതായത് അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെ. അതെ, അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടു. ഏതു നിമിഷവും തന്നെ വധിക്കാൻ ആളുകൾ വരുമെന്ന ഭയത്തിൽ 5 ദിവസം അദ്ദേഹം പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായി കഴിച്ചുകൂട്ടി. യാത്രയുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരാൾക്ക് ആ ഒറ്റപ്പെടൽ എത്ര ഭയാനകമായിരുന്നിരിക്കും. ശരിക്കും. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ആ നിമിഷത്തിലാണ് കഥ വീണ്ടും തിരിയുന്നത്. സുൽത്താൻ അദ്ദേഹത്തെ വധിക്കുന്നതിന് പകരം ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുന്നു. അതെ, ചൈനയിലെ മംഗോൾ ചക്രവർത്തിയുടെ അടുത്തേക്ക് ഡൽഹിയുടെ സ്ഥാനപതിയായി പോവുക. അലക്സാൻഡ്രിയയിൽ വെച്ച് കേട്ട ആ പ്രവചനം ഓർമ്മ വരുന്നു. അതെ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരുന്നു. ഇതൊരു ബഹുമതിയായിരുന്നോ, അതോ സുൽത്താന് അലോസരമായി തുടങ്ങിയ എന്നാൽ കൊല്ലാൻ മടിക്കുന്ന ഒരാളെ ഭംഗിയായി ഒഴിവാക്കാനുള്ളൊരു മാർഗമായിരുന്നു? ഒരു പക്ഷേ രണ്ടുമായിരുന്നിരിക്കാം. ഇതൊരു ബഹുമതിയുടെ രൂപത്തിലുള്ള ഒരു നാടുകടത്തൽ. ഇതിനേക്കാൾ എത്രയോ വലിയ അപകടങ്ങൾ നിറഞ്ഞൊരു യാത്രയിലേക്കാണ് അദ്ദേഹം അയക്കപ്പെട്ടത്. ഇത് നിങ്ങളെ ചിന്തിപ്പിക്കാനായി ഒരു ചോദ്യം ബാക്കി വെക്കുന്നുണ്ട്. യാത്രയുടെ സ്വാതന്ത്ര്യം ജീവശ്വാസമായിരുന്ന ഒരാൾക്ക് എത്രയൊക്കെ ആഡംബരങ്ങൾ നിറഞ്ഞതാണെങ്കിലും ഒരു കൊട്ടാരത്തിൽ ബന്ധനസ്ഥനായി കഴിയുന്നതായിരുന്നു ഏറ്റവും വലിയ തടവറ. അതോ എല്ലാം നൽകാനും അതേ ലാഘവത്തോടെ ഒരു നിമിഷം കൊണ്ട് തിരിച്ചെടുക്കാനും കഴിയുന്ന ഒരു ഭരണാധികാരിയുടെ കീഴിലുള്ള ആ പ്രവചനാതീതമായ ജീവിതമായിരുന്നു. അധികാരത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഒരുപക്ഷെ അതായിരിക്കാം. അദ്ദേഹം ഡൽഹിയിലെ സുൽത്താന്റെ കൊട്ടാരത്തിലെ ജീവിതം അവസാനിപ്പിച്ച് വീണ്ടും ഒരു യാത്രക്കാരനായി മാറുന്നിടത്താണ്. അതെ, എല്ലാം നഷ്ടപ്പെട്ട് ഒരു കപ്പൽ യാത്ര അറേബ്യൻ സമുദ്രത്തിലൂടെ. ആ യാത്ര നമുക്ക് നോർത്തു നോക്കാം. മാസങ്ങൾ നീളുകയാണ്. രാത്രിയുടെ നിശബ്ദത, ചുറ്റും കടൽ മാത്രം. കപ്പലിന്റെ വശങ്ങളിൽ തിരമാലകൾ അടിക്കുന്ന ഒരു താളം മാത്രം. പിന്നെ കാറ്റിൽ ആ ഉപ്പിന്റെ മണം. ആ ഒരു ഏകാന്തത എത്ര വലുതായിരിക്കും. തീർച്ചയായും. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം രാവിലെ ദൂരെ ചക്രവാളത്തിൽ നേർത്തൊരു പച്ചരേഖ പോലെ എന്തോന്ന് കാണുന്നത്. ആദ്യമായി കര കാണുകയാണ്. അതെ, മാസങ്ങൾക്ക് ശേഷം. അത് മലബാർ തീരമായിരുന്നു. നൂറ്റാണ്ടുകളായി അറബ് വ്യാപാരികൾ വാഴ്ത്തിപ്പാടിയ ആ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട്. 1342 ഒരു വർഷക്കാലത്തിന്റെ തുടക്കമാണ്. കപ്പല് തീരത്തേക്ക് അടുക്കുകയാണ്. ആ കാഴ്ച ഇബ്നു ബത്തൂത്തയെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ എഴുത്തിൽ അത് വളരെ വ്യക്തമാണ്. ജീവിതത്തിൽ ആദ്യമായി കാണുന്നൊരു പച്ചപ്പ്. നിങ്ങൾ ഓർക്കണം, മരുഭൂമികൾ കണ്ടു വളർന്ന കണ്ണുകളാണ് അദ്ദേഹത്തിൻ്റെത്. ശരിയാണ്. ആകാശത്തേക്ക് വളർന്നു നിൽക്കുന്ന തെങ്ങുകള്, കാറ്റിലിങ്ങനെ എന്താ പറയാ നൃത്തം ചെയ്യുന്ന ഓലകള്, അത് അദ്ദേഹത്തിനൊരു സ്വപ്നം പോലെ തോന്നിയെന്നാണ് പറയുന്നത്. കാഴ്ച മാത്രമല്ലല്ലോ, ഗന്ധവും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. തീർച്ചയായും. ആ കടൽക്കാറ്റില് കുരുമുളകിന്റെയും ഏലത്തിന്റെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു നേർത്ത ഗന്ധം, ഭൂമിയുടെ ആ നനവുള്ള മണം,
അങ്ങനെയാണ് അദ്ദേഹം കോഴിക്കോട് തുറമുഖത്തെത്തുന്നത്, സാമൂതിരിയുടെ കാലിക്കറ്റ്. അതെ, അന്നത്തെ കോഴിക്കോട് തുറമുഖം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സ്ഥലമല്ല, അതൊരു ആഗോള സംഗമകേന്ദ്രം തന്നെയായിരുന്നു. 100 കണക്കിന് കപ്പലുകൾ. അതെ, അദ്ദേഹം പറയുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള ഭീമാകാരമായ ജങ്കുകൾ, പേർഷ്യൻ ഡൗകൾ, പിന്നെ നമ്മുടെ മലബാർ വള്ളങ്ങൾ. തുറമുഖം മുഴുവൻ പല ഭാഷകളാണ്: അറബി, പേർഷ്യൻ, മലയാളം, ചൈനീസ്. ഒരു യഥാർത്ഥ കോസ്മോപൊളിറ്റൻ നഗരം. ശരിക്കും ഒരു ചെറിയ വള്ളത്തിലാണ് അദ്ദേഹം കരയിലേക്ക് വരുന്നത്. മാസങ്ങൾക്ക് ശേഷം കരയിൽ കാലുകുത്തുമ്പോൾ ഒരു ചെറിയ വിറയലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹം യൂസുഫ് എന്ന അറബ് വ്യാപാരിയെ കണ്ടുമുട്ടുന്നത്, അല്ലേ? അതെ, ആ കണ്ടുമുട്ടൽ ഒരു വഴിത്തിരിവായിരുന്നു. മൊറോക്കോയിൽ നിന്നാണ് വന്നതെന്നറിഞ്ഞപ്പോൾ യൂസുഫിന് വലിയ അത്ഭുതം. സ്വന്തം നാട്ടുകാരനല്ല, പക്ഷേ സ്വന്തം ഭാഷ സംസാരിക്കുന്ന ഒരാളെ അത്രയും ദൂരെ കാണുമ്പോൾ അതൊരു വലിയ ആശ്വാസമാണ്. യൂസുഫ് അദ്ദേഹത്തെ അറബ് വ്യാപാരികൾക്ക് താമസിക്കാൻ ഒരുക്കിയിരുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നാണ് അദ്ദേഹം കോഴിക്കോടിന്റെ ഉള്ളറകളിലേക്ക് നടക്കുന്നത്. ഡൽഹിയിലെ ആ വലിയ കൽക്കോട്ടകളും കൊട്ടാരങ്ങളും കണ്ടുവന്ന ഒരാൾക്ക് കോഴിക്കോട്ടെ കാഴ്ചകൾ അത് വളരെ വ്യത്യസ്തമായിരുന്നിരിക്കണം. തികച്ചും വ്യത്യസ്തം. ഇവിടെ കല്ലിന് പകരം മരമാണ്, മരം കൊണ്ടുള്ള വീടുകൾ, ഓലമേഞ്ഞ മേൽക്കൂരകൾ. പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങിയ ഒരു നിർമ്മാണ രീതി. അതെ, പിന്നെ ആളുകളുടെ വസ്ത്രധാരണത്തിലെ ലാളിത്യം. ചൂടുള്ള കാലാവസ്ഥ കാരണം പുരുഷന്മാരധികം വസ്ത്രം ധരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിച്ചത് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയായിരുന്നു. അതെ, സ്ത്രീകൾ തലമറയ്ക്കുന്നില്ല, മേൽവസ്ത്രം ധരിക്കുന്നില്ല. ഇത് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിൽ ഒരു പ്രധാന നിരീക്ഷണമാണ്. ഇത് അദ്ദേഹത്തിന്റെ നാടുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണോ ഒരു ഞെട്ടലുണ്ടാവുന്നത്, അതോ മലബാർ സമൂഹം ആ കാലഘട്ടത്തിൽ കൂടുതൽ ഉദാരമായിരുന്നു? നല്ല ചോദ്യമാണ്. ഇബ്നു ബത്തൂത്ത വരുന്നത് വളരെ കർശനമായ ഇസ്ലാമിക നിയമങ്ങളുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ്. അവിടെ ശരീരം മറയ്ക്കുന്നത് ഒരു സാമൂഹിക നിയമമാണ്. എന്നാൽ മലബാറിൽ, പ്രത്യേകിച്ചും അന്നത്തെ നായർ സമുദായത്തിൽ, മരുമക്കത്തായം പോലുള്ള രീതികൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനമുണ്ട്, സ്വത്തിന്മേൽ അവകാശമുണ്ട്. അതെ, അപ്പോ വസ്ത്രധാരണം എന്നത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ജീവിതരീതിക്കും അനുസരിച്ചുള്ള ഒന്നായിരുന്നു. അതിനെ ആരും ഒരു പാപമായി കണ്ടിരുന്നില്ല. അദ്ദേഹം ആദ്യം അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതിവിടുത്തെ സംസ്കാരമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതെ, ഒരു യാത്രക്കാരന്റെ തുറന്ന മനസ്സിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. യൂസഫിനൊപ്പം അദ്ദേഹം പിന്നീട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചന്തയിലേക്ക് പോകുന്നു. ഇവിടെയാണ് ലോകം സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് എന്ന് യൂസഫ് പറയുന്ന ഒരു രംഗമുണ്ട്. ആ ചന്തയുടെ വിവരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്ന ഒന്നാണ്. കുരുമുളകിന്റെയും ഏലത്തിന്റെയും കറുവപ്പറ്റയുടെയും ഒക്കെ വലിയ കൂമ്പാരങ്ങൾ, ആ ഗന്ധം. അതെ, പിന്നെ ചന്ദനത്തിന്റെ മണം അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം അറബി സംസാരിക്കുന്ന ഒരു മലയാളി വ്യാപാരിയെ കാണുന്നത്. ആ സംഭാഷണം അദ്ദേഹത്തിന് വലിയൊരു ഉൾക്കാഴ്ച നൽകിയല്ലേ? തീർച്ചയായും. ആ വ്യാപാരി പറയുന്നുണ്ട്, നൂറ്റാണ്ടുകളായി അറബികൾ ഇവിടെ വരുന്നു, വ്യാപാരം നടത്തുന്നു, ഇവിടെ താമസിക്കുന്നു, വിവാഹം കഴിക്കുന്നു. അതോടൊപ്പം മറ്റൊന്നും പറയുന്നുണ്ട്, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എന്റെ സഹോദരൻ ഒരു മുസ്ലിമാണ്. അതെ, അവനൊരു അറബ് വ്യാപാരിയുടെ മകളെയാണ് വിവാഹം കഴിച്ചത്. മലബാറിൽ മതങ്ങൾ എങ്ങനെ ഒന്നിച്ചു ജീവിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു അത്. ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം. തീർച്ചയായും. ഈ സഹവർത്തിത്വത്തിന് പിന്നിൽ വ്യക്തമായ ഒരു സാമ്പത്തിക കാരണമുണ്ട്. സാമൂതിരിയുടെ രാജ്യത്തിന്റെ പ്രധാന വരുമാനം ഈ വിദേശ വ്യാപാരമായിരുന്നു. അറബ്, ചൈനീസ് വ്യാപാരികളില്ലാതെ കോഴിക്കോടിന് നിലനിൽപ്പില്ല. അതുകൊണ്ടുതന്നെ മതം നോക്കാതെ വ്യാപാരികൾക്ക് എല്ലാ സുരക്ഷയും സൗകര്യങ്ങളും നൽകുക എന്നത് സാമൂതിരിയുടെ ഒരു നയമായിരുന്നു. അതൊരു പ്രായോഗികമായ രാഷ്ട്രീയ നിലപാടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് സാമൂതിരിയെ കാണാൻ ആഗ്രഹം തോന്നി. പള്ളിയിലെ ഇമാമിന്റെ സഹായത്തോടെ ഒരാഴ്ചയ്ക്കകം അതിനവസരം ലഭിച്ചു. ഡൽഹിയിലെ ആഡംബരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമൂതിരിയുടെ കൊട്ടാരം വളരെ ലളിതമായിരുന്നു. മരം കൊണ്ടുള്ള കൊത്തുപണികൾ, പ്രകൃതിയോട് ചേർന്ന ഒരു നിർമ്മിതി. ലളിതമായ വസ്ത്രം ധരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന രാജാവ്. അതെ, ഇബ്നു ബത്തൂത്ത സ്വയം പരിചയപ്പെടുത്തുന്നു, ഞാൻ മൊറോക്കോയിൽ നിന്നുള്ള ഒരു വിനീതനായ യാത്രക്കാരനാണ്. അറിവിനും ദൈവത്തിന്റെ സൃഷ്ടികളെ കാണാനുമാണ് ഞാൻ വന്നത്. സാമൂതിരിയുടെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം അത്ഭുതത്തോടെ പറഞ്ഞു, ഭൂമിയുടെ അങ്ങേ അറ്റത്തുനിന്ന് എന്റെ തുറമുഖത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ് ബത്തൂത്ത എഴുതുന്നത്. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. നീ എന്റെ സംരക്ഷണത്തിലാണ്, എത്രനാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം എന്ന സാമൂതിരിയുടെ വാക്ക്, അത് ബത്തൂത്തയ്ക്ക് നൽകിയൊരു സുരക്ഷിതത്വം.
അത് വളരെ വലുതായിരുന്നു. ഡൽഹിയിൽ അദ്ദേഹത്തിന് പദവിയുണ്ടായിരുന്നു, പക്ഷേ കൂടെ ഭയവുമുണ്ടായിരുന്നു. ഇവിടെ കോഴിക്കോട്ട് അദ്ദേഹത്തിന് സമാധാനമാണ് അനുഭവപ്പെട്ടത്. അതെ, മാസങ്ങൾ കടന്നുപോകുന്നു. അദ്ദേഹം കൊല്ലം, കൊച്ചിയൊക്കെ യാത്ര ചെയ്യുന്നു, കായൽ ഭംഗി ആസ്വദിക്കുന്നു. പക്ഷേ ജൂൺ മാസത്തോടെ കാലാവസ്ഥ മാറുകയാണ്. ഇപ്പോൾ നീ യഥാർത്ഥ മലബാർ കാണും എന്ന് യൂസുഫ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതെ, മൺസൂണിന്റെ വരവ്. ആകാശം കറുത്തിരുണ്ടു, കടൽ പ്രക്ഷുബ്ധമായി. പിന്നെ മഴ. ദിവസങ്ങളും രാത്രികളും ആഴ്ചകളോളം നിർത്താതെ പെയ്യുന്ന പെരുമഴ. തെങ്ങോളകളിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം ഒരു സ്ഥിരം താളമായി മാറുന്നു. വിചിത്രമെന്ന് പറയട്ടെ, ഇബ്നു ബത്തൂത്ത ആ മഴയെ ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതെ, ആ ശബ്ദം അദ്ദേഹത്തിന് സമാധാനം നൽകി എന്നാണ് പറയുന്നത്. പൂമുഖത്തിരുന്ന് മഴ കണ്ട അദ്ദേഹം തന്റെ ഓർമ്മകൾ എഴുതി. ആ ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ചില ചിന്തകൾ രൂപപ്പെടുന്നത്. ഒരു മഴയുള്ള രാത്രിയിൽ യൂസഫ് ചോദിക്കുന്നുണ്ട്, നിനക്ക് വീടിനെ ഓർമ്മ വരുന്നുണ്ടോ എന്ന്. അതിന് ഇബ്നു ബത്തൂത്ത നൽകുന്ന മറുപടി വളരെ പ്രശസ്തമാണ്. ഒരു പക്ഷേ യാത്രക്കാരന്റെ വീട് വഴിയാണ്. ആ മഴയിൽ, കേരളത്തിന്റെ ആ ഈർപ്പത്തിൽ വെച്ചാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് യഥാർത്ഥ യാത്ര പുറം ലോകത്തല്ല, നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കുന്നതെന്ന്. ആ മഴക്കാലം ശരിക്കും അദ്ദേഹത്തിന് ഒരുതരം ധ്യാനം പോലെയായിരുന്നു. മഴക്കാലം അവസാനിച്ചു. അദ്ദേഹം അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു, മാലിദ്വീപുകളിലേക്ക്. അതെ, സാമൂതിരിയോട് വിട പറഞ്ഞ് സമ്മാനങ്ങൾ വാങ്ങി അദ്ദേഹം വീണ്ടും കപ്പൽ കയറുകയാണ്. ശാന്തമായ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രക്ഷുബ്ധമായ കടലിലേക്ക്. പക്ഷേ ആ യാത്ര അത്ര ശാന്തമായിരുന്നില്ല. ഇല്ല, യാത്ര തുടങ്ങി 3-ാം ദിവസം ആകാശം വീണ്ടും മാറി. ഇത്തവണ അത് ശാന്തമായ മഴയായിരുന്നില്ല, ഭയാനകമായ ഒരു കൊടുങ്കാറ്റായിരുന്നു. പർവ്വതം പോലെയുള്ള തിരമാലകൾ കപ്പലിനെ ഒരു കളിപ്പാട്ടം പോലെ ആടിയുലച്ചു. ആ വിവരണം വളരെ ഭയാനകമാണ്. ആളുകൾ വെള്ളത്തിലേക്ക് വീഴുന്നു, അവരുടെ നിലവിളികൾ ഇരുട്ടിൽ അലിഞ്ഞു പോകുന്നു. മരണത്തെ മുഖാമുഖം കണ്ട മണിക്കൂറുകൾ. അതെ, ഒടുവിൽ പ്രഭാതത്തോടെ കൊടുങ്കാറ്റ് ശമിച്ചു. കപ്പലിന് വലിയ കേടുപാടുകൾ പറ്റി. കൂടെയുണ്ടായിരുന്ന പലരെയും കാണാതായി. അതിജീവിച്ചതിന്റെ ആശ്വാസവും നഷ്ടപ്പെട്ടവരുടെ ദുഃഖവും. ആ ഒരു നിമിഷം വഴിതെറ്റിയ കപ്പൽ ഒടുവിൽ മാലിദ്വീപുകളുടെ തീരത്തണഞ്ഞു. കരയിൽ മുട്ടുകുത്തി നിന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. താൻ 3-ാം തവണയാണ് ജനിക്കുന്നതെന്ന്. ആദ്യം ടാൻജിയറിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്. രണ്ടാമത് ആത്മീയമായി മക്കയിൽ വെച്ച്. ഇപ്പോൾ 3-ാമത് ഈ അറബിക്കടലിൽ വെച്ച്. ഓരോ അതിജീവനവും ഒരു പുനർജന്മമാണെന്ന തിരിച്ചറിവ്. മാലിദ്വീപുകളിലെ ആ സ്വർഗതുല്യമായ തീരത്ത് ഒരു കൊടുങ്കാറ്റിനെ അതിജീവിച്ച് ഇബ്നു ബത്തൂത്ത നിൽക്കുകയാണ്. യാത്ര തുടരുന്നു. അതെ, ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ചൈനയുടെ അത്ഭുതങ്ങൾ കാണാനുണ്ട്. 24 വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങാനുണ്ട്. മലബാറിൽ അദ്ദേഹം കണ്ട ആ സമാധാനവും സമൃദ്ധിയും അത് യഥാർത്ഥമായിരുന്നോ, അതോ ഒരു സഞ്ചാരിയുടെ കാഴ്ചപ്പാട് മാത്രമായിരുന്നു? അത് രണ്ടും ശരിയാണെന്ന് ഞാൻ പറയും. കോഴിക്കോട്ടെ സാമൂഹിക സഹവർത്തിത്വം തികച്ചും യാഥാർത്ഥ്യമായിരുന്നു. ആ ഭാഗം അക്കാലത്തെ ലോകത്തിലെ മറ്റെവിടെയും കാണാൻ കഴിയാത്തത്ര ശോഭനമായിരുന്നു. തീർച്ചയായും. അതായത് അദ്ദേഹത്തിന്റെ വിവരണം ഒരു ഫോട്ടോ പോലെയാണ്, അല്ലാതൊരു എക്സ്റേ അല്ല. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. പുറമേയുള്ള കാഴ്ചകൾ കൃത്യമായി ഒപ്പിയെടുത്തു. പക്ഷെ അതിന്റെ പിന്നിലെ സങ്കീർണമായ ഘടന പൂർണ്ണമായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിലും ആ ഫോട്ടോയ്ക്ക് ചരിത്രപരമായ വലിയ മൂല്യമുണ്ട്, അല്ലേ? വളരെയധികം. കാരണം 14-ാം നൂറ്റാണ്ടിലെ കേരളത്തെക്കുറിച്ച് ഒരു പുറംനാട്ടുകാരൻ നൽകുന്ന ഏറ്റവും വ്യക്തമായ ചിത്രങ്ങളിൽ ഒന്നാണത്. ശരിയാണ്, അദ്ദേഹം പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ആ കാലഘട്ടം ഇന്നും നമ്മളോട് സംസാരിക്കുന്നു. ഇബ്നു ബത്തൂത്തയുടെ റിഹ്ല നൂറ്റാണ്ടുകളോളം കേരളത്തെക്കുറിച്ച് ലോകത്തിനൊരു ചിത്രം നൽകി. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചരിത്രബോധം രൂപപ്പെടുത്തിയത് വസ്തുനിഷ്ഠമായ ചരിത്രമാണോ, അതോ ഒരു മഹാസഞ്ചാരിയുടെ വ്യക്തിപരമായ അനുഭവങ്ങളും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പരിമിതികളും ചേർന്നാണോ? ആ കാറ്റിലും മഴയിലും ഓരോ യാത്രക്കാരന്റെയും ഹൃദയത്തിലും ഒരുപക്ഷെ ആ ചോദ്യം ഇന്നും അലയടിക്കുന്നുണ്ടാവാം. അദ്ദേഹം കേരള തീരത്ത് കപ്പലിറങ്ങുന്നതോടെയാണ്. 20 വർഷം മുൻപ് ഇതേ മണ്ണ് ചവിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരന്റെ ആവേശമൊന്നും ഇപ്പോഴില്ല. ഇല്ല. ആ കണ്ണുകളിൽ ലോകം കണ്ടതിന്റെ തിളക്കമുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ഒരു ക്ഷീണവുമുണ്ട്. ശരിയാണ്. ആ ഒരു വരവ് വിവരിക്കുന്നത് വളരെ മനോഹരമായാണ്. ആകാശത്ത് മഴമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടുന്നു. കാറ്റിൽ ഉപ്പിന്റെ മണമുണ്ട്. കായലുകളുടെ ഒരു പ്രത്യേക ഗന്ധം.
അതെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ മൂടിക്കെട്ടിയ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നത് പോലെയല്ലേ? അതെ. അവിടെ കപ്പലിൽ വെച്ച് അറബി വ്യാപാരിയായ മാലിക്കുമായുള്ള ഒരു സംഭാഷണമുണ്ട്. അത് ഈ കഥയുടെ ആത്മാവ് മുഴുവൻ ഒറ്റയടിക്ക് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യാത്രയാണ് നമ്മെ നിർവചിക്കുന്നത് എന്ന് ബത്തൂത്ത് പറയുന്നു. അതെ. പക്ഷെ അതിനൊരു മറുപുറം കൂടിയുണ്ട്. എന്നാൽ യാത്ര ഒരുപാട് ദീർഘമാകുമ്പോൾ നാം നമ്മുടെ തന്നെ നിഴൽ പോലെയാകുന്നു. ഇതൊരു സാധാരണ വാചകമല്ല. സ്വന്തം വ്യക്തിത്വം തന്നെ തനിക്ക് ഭാരമാകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. യാത്ര അയാളുടെ ഐഡന്റിറ്റിയായി മാറി. പക്ഷെ അതോടൊപ്പം അത് അദ്ദേഹത്തെ തന്നിൽ നിന്ന് തന്നെ അകറ്റി. ഒരു നിഴലിന് സ്വന്തമായി നിലനിൽപ്പില്ലല്ലോ, അതുപോലെയായി താനെന്ന് അയാൾ ഭയപ്പെടുന്നു. അതെ. ആ സംഭാഷണത്തിൽ തന്നെ എന്റെ വീട് എന്റെ പാദങ്ങളിലാണ് എന്നൊരു മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ഒരേ സമയം എത്ര ശക്തവും എന്നാൽ അത്ര തന്നെ ദുഃഖകരവുമായ ഒരു വാചകമാണത്. ശരിയാണ്, പോകുന്നിടമെല്ലാം വീടാണ്. പക്ഷെ അതിനർത്ഥം ഒരിടത്തും സ്വന്തമായി ഒരു വീടില്ല എന്നുകൂടിയാണ്. എവിടെയും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരാളുടെ ദുരവസ്ഥ. അദ്ദേഹം തുറമുഖത്തിറങ്ങുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങുന്നു. ആ മഴ വെറുമൊരു കാലാവസ്ഥ മാറ്റമല്ല, അത് ഓർമ്മകളെ കഴുകി ഉണർത്തുകയാണ്. ഇത്രയും കാലം അടക്കിവെച്ച വിഷാദങ്ങളും നഷ്ടബോധങ്ങളുമെല്ലാം ആ മഴയോടൊപ്പം പെയ്തിറങ്ങുകയാണ്. 20 വർഷം മുൻപത്തെ അതേ തിരക്കുള്ള തുറമുഖം, അതേ മഴ. പക്ഷെ ഇതെല്ലാം കാണുന്ന ആൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം തുറമുഖത്തിറങ്ങി. ക്ഷീണിതനാണ്, ഓർമ്മകൾ അലട്ടുന്നുണ്ട്. കേരളത്തിലെത്തിയ ഒരു യാത്രികൻ സ്വാഭാവികമായും എങ്ങോട്ടായിരിക്കും പോവുക? തീർച്ചയായും ലോകം മുഴുവൻ അറിയുന്ന ആ സുഗന്ധവ്യഞ്ജന ചന്തയിലേക്ക്. അതെ, അവിടെയാണ് കഥയുടെ അടുത്ത ഭാഗം തുടങ്ങുന്നത്. അവിടെ എത്തുമ്പോൾ കുരുമുളകിന്റെയും ഏലത്തിന്റെയും ഗ്രാമ്പൂവിന്റെയും ഒക്കെ ഒരു രൂക്ഷ ഗന്ധം അദ്ദേഹത്തെ പൊതിയുകയാണ്. അതൊരു വെറും ഗന്ധമല്ല, ഓർമ്മകളുടെ ഒരു പ്രളയം തന്നെയാണ്. അവിടെ വെച്ച് അദ്ദേഹം ഒരു വൃദ്ധനായ കുരുമുളക് വ്യാപാരിയെ കണ്ടുമുട്ടുന്നുണ്ട്. ആ സംഭാഷണം ബത്തൂത്തയുടെ ജീവിത വീക്ഷണത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. എങ്ങനെയാണത്? വ്യാപാരി പറയുന്നു, ഓരോ കുരുമുളകിനും ഒരു കഥയുണ്ട്, ഓരോ ഏലം കായ്ക്കും ഒരു യാത്രയുണ്ട്. ലോകം മുഴുവൻ എന്റെ ഈ ചെറിയ കടയിലേക്ക് വരുന്നു. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ബത്തൂത്ത ലോകം മുഴുവൻ അറിവ് തേടി അലഞ്ഞപ്പോൾ ഈ വ്യാപാരി ഒരേ സ്ഥലത്തിരുന്ന് ലോകത്തെ മുഴുവൻ മനസ്സിലാക്കുന്നു. യാത്ര ചെയ്യാതെയും ലോകത്തെ അറിയാൻ സാധിക്കുമെന്ന വലിയൊരു സത്യം ആ വൃദ്ധൻ ബത്തൂത്തയെ മുന്നിൽ വയ്ക്കുകയാണ്. അതെ, അതുതന്നെ. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ബത്തൂത്ത തന്റെ യാത്രാക്കുറിപ്പിൽ ആ മനോഹരമായ വാചകങ്ങൾ എഴുതുന്നത്, അല്ലേ? കേരളത്തിൽ മസാലകളുടെ ദേശത്ത് ഞാൻ മനസ്സിലാക്കി ഓർമ്മകളും മസാലകൾ പോലെയാണെന്ന്. അതെ, ചിലത് മധുരമാണ്, ചിലത് കയ്പുള്ളതാണ്, ചിലത് തീവ്രമാണ്. എന്നാൽ എല്ലാം ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിന്റെ രുചി സൃഷ്ടിക്കുന്നു. ഇത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അതിലൊരു വിഷാദമില്ലേ? കാരണം മസാലകൾ കച്ചവടം ചെയ്യാനുള്ളതാണ്, പെട്ടിയിൽ പൂട്ടി സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. അതുപോലെയാണോ ഓർമ്മകളും? നമ്മളതിൽ ജീവിക്കാതെ അതിനെ കൈമാറ്റം ചെയ്യേണ്ടതാണോ? വളരെ നല്ലൊരു ചോദ്യമാണത്. ഒരുപക്ഷെ അതാവാം ബത്തൂത്ത ഉദ്ദേശിച്ചതും. ഓർമ്മകൾ നമ്മളെ നിർവചിക്കുന്നു, പക്ഷെ നമ്മൾ ഓർമ്മകളിൽ കുടുങ്ങിപ്പോകരുത്. ശരിയാണ്. ഓരോ മസാലയും അതിന്റെ ഗന്ധം പരത്തി ഒടുവിൽ ഇല്ലാതാകുന്നത് പോലെ ഓർമ്മകളും അതിന്റെ അനുഭവം തന്ന് കടന്നു പോവേണ്ടവയാണ്. നമ്മളൊരു പഴയ പുസ്തകം മണക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കഴിച്ചൊരു ഭക്ഷണത്തിന്റെ മണം കിട്ടുമ്പോഴോ പെട്ടെന്ന് ഓർമ്മകൾ വരുന്നത് പോലെ ആ ചന്തയിലെ ഓരോ മണവും അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിലെ ഓരോ അധ്യായം തുറക്കുകയാണ്. പക്ഷേ ആ പുസ്തകം അടച്ചു വെച്ച് മുന്നോട്ട് പോകണം. അതെ, ബത്തൂത്തയ്ക്ക് പക്ഷേ അതിന് സാധിക്കുന്നില്ല. യാത്രയുടെ ഭാരം ഓർമ്മകളായി അദ്ദേഹത്തിന്റെ ചുമലിലിരിക്കുകയാണ്. അധികം വൈകാതെ ഈ ലോകസഞ്ചാരിയുടെ ഖ്യാതി പ്രാദേശിക ഭരണാധികാരിയായ അബ്ദുൽ മാലിക്കിന്റെ ചെവിയിലുമെത്തുന്നു. അദ്ദേഹം ബത്തൂത്തയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതൊരു സാധാരണ കൂടിക്കാഴ്ചയല്ല. ഇത്രയധികം വ്യത്യസ്തരായ മനുഷ്യരെയും സംസ്കാരങ്ങളെയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു മനസ്സിലായി എന്ന് ഭരണാധികാരി ചോദിക്കുന്നു. ബത്തൂത്തയുടെ മറുപടി വളരെ ലളിതമാണ്. വ്യത്യാസങ്ങളുടെ താഴെ നാം എല്ലാവരും അടിസ്ഥാനപരമായി മനുഷ്യരാണ്. വിശപ്പും സ്നേഹവും നഷ്ടവും പ്രതീക്ഷയുമെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്. അതെ, ജ്ഞാനം എന്നത് ഈ സാമ്യതകൾ കാണുന്നതാണ്, മുൻവിധികളില്ലാതെ കേൾക്കുന്നതാണ്. വ്യാപാരം എന്നത് സാധനങ്ങൾ കൈമാറുന്നത് മാത്രമല്ല, ആശയങ്ങളും പ്രതീക്ഷകളും കൈമാറുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. 30 വർഷത്തെ യാത്രയുടെ സത്തയാണ് ആ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ഗൗരവമേറിയ സംഭാഷണത്തിന് ശേഷം
പ്രകൃതി തന്നെ പ്രതികരിക്കുന്നത് പോലെയാണ് കഥയിൽ പറയുന്നത്. കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നു, ആകാശം ഇരുണ്ടു, ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നു. പക്ഷെ മുൻപ് കടൽ യാത്രകളിൽ കൊടുങ്കാറ്റുകളെ ഭയപ്പെട്ടിരുന്ന ചെറുപ്പക്കാരനല്ല ബത്തൂത്ത ഇപ്പോൾ. അല്ല, അദ്ദേഹം വളരെ ശാന്തനായി ആ കൊടുങ്കാറ്റിനെ നോക്കി നിൽക്കുകയാണ്. അവ വരുന്നു, അവ പോകുന്നു, നമ്മൾ സഹിക്കുന്നു, നാം പഠിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ രാത്രിയിൽ അദ്ദേഹം തന്റെ കുറിപ്പിൽ എഴുതുന്ന ഒരു ഭാഗമുണ്ട്. ഏതാണത്? സഞ്ചരിക്കും തോറും നാം നമ്മുടെ സ്വയം കൂടുതൽ ഉപേക്ഷിക്കുന്നു. ഓരോ സ്ഥലവും നമ്മുടെ ആത്മാവിന്റെ ഒരു ഭാഗം എടുക്കുന്നു. അവസാനം നമുക്ക് എന്താണ് അവശേഷിക്കുന്നത്? ഓർമ്മകളും വാക്കുകളും നിഴലുകളും. ആ വാക്കുകൾ ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. അറിവ് നേടുന്നതിലൂടെ സ്വന്തം അസ്തിത്വത്തിന്റെ ഭാഗങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവ് അത് അദ്ദേഹത്തെ എത്രമാത്രം വേട്ടയാടിയിട്ടുണ്ടാവും. തീർച്ചയായും. കൊടുങ്കാറ്റ് ശമിച്ച പിറ്റേന്ന് രാവിലെ ശാന്തമായ കടൽ തീരത്ത് വെച്ച് അദ്ദേഹം ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയെ കണ്ടുമുട്ടുന്നു. ഒരുപക്ഷെ ഈ കഥയിലെ ഏറ്റവും ആഴത്തിലുള്ള സംഭാഷണം നടക്കുന്നത് അവിടെയാണ്. അതെ, തീർച്ചയായും. കാരണം ആ മത്സ്യത്തൊഴിലാളി വലിയ തത്വങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ അയാളുടെ ലളിതമായ വാക്കുകളിൽ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ സത്യങ്ങളുണ്ട്. കടലിനെക്കുറിച്ച് അയാൾ പറയുന്നു, കടലെപ്പോഴും ഒരേ കടലാണ്, പക്ഷെ അത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളും അതുപോലെ തന്നെയെന്ന്. അതെ, നാം എത്രയൊക്കെ മാറിയാലും നമ്മുടെ ഉള്ളിലെ അടിസ്ഥാന സ്വത്വം മാറുന്നില്ല എന്ന വലിയൊരു ആശയമാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ എനിക്കൊരു സംശയം. ഒരു സാധാരണ മുക്കുവൻ ഇത്രയും വലിയ തത്വചിന്ത പറയുമെന്ന് വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമുണ്ട്. ഒരുപക്ഷെ ബത്തൂത്ത താൻ കേൾക്കാൻ ആഗ്രഹിച്ചത് അയാളുടെ വാക്കുകളിൽ കണ്ടെത്തുകയായിരുന്നില്ലേ? അതൊരു നല്ല നിരീക്ഷണമാണ്. സ്വന്തം ചിന്തകൾക്ക് ഒരു രൂപം നൽകാൻ ആ മത്സ്യത്തൊഴിലാളിയെ ഒരു ഉപകരണമാക്കുകയായിരുന്നില്ലേ? ഒരുപക്ഷെ രണ്ടും ശരിയായിരിക്കാം. മത്സ്യത്തൊഴിലാളി പറഞ്ഞത് വളരെ ലളിതമായൊരു കാര്യമായിരിക്കാം, കടൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്ന്. പക്ഷേ അത്രയധികം അറിവും അനുഭവമുള്ള ബത്തൂത്ത ആ ലളിതമായ വാക്കുകളിൽ വലിയൊരു ദർശനം കണ്ടെടുക്കുകയാണ്. ആ വാക്കുകളിൽ ഒരു വലിയ അർത്ഥം കണ്ടെത്തിയല്ലേ? അതെ, മത്സ്യത്തൊഴിലാളി വിത്ത് നൽകി. ബത്തൂത്തയുടെ മനസ്സ് അതിനെ ഒരു വലിയ മരമാക്കി വളർത്തി. ആ സംഭാഷണത്തിലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ബത്തൂത്ത സംസാരിക്കുന്നത്. വേരുകളും ചിറകുകളും, അതായത് സ്ഥിരതയും സ്വാതന്ത്ര്യവും. അതെ, റൂട്ട്സ് ആൻഡ് വിങ്സ്. എന്നിട്ട് അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഞാൻ സ്വാതന്ത്ര്യം തിരഞ്ഞെടുത്തു, ഇപ്പോൾ എന്റെ വാർദ്ധക്യത്തിൽ ഞാൻ അതിന്റെ വില അനുഭവിക്കുന്നു എന്ന്. അതൊരു കുറ്റസമ്മതം പോലെയാണ് എനിക്ക് തോന്നിയത്. അതുതന്നെയാണ്. ജീവിതത്തിൽ ആദ്യമായി തനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന നിമിഷമാണത്. ഇത്രയും കാലത്തെ യാത്രകൾക്ക് ശേഷം. അതെ, അതുതന്നെയാണ് ഈ കഥയുടെ കാതലും. നിങ്ങളൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെടുത്തുന്നു. നിരന്തരമായ യാത്ര അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകി, പക്ഷെ അത് വേരുകൾ നഷ്ടപ്പെടുത്തി. മത്സ്യത്തൊഴിലാളി എല്ലാ ദിവസവും കടലിലേക്ക് പോകുന്നു, പക്ഷേ അയാൾക്ക് തിരികെ വരാൻ ഒരു തീരമുണ്ട്, ഒരു കുടുംബമുണ്ട്. അയാൾക്ക് വേരുകളുമുണ്ട്, ചിറകുകളുമുണ്ട്. അതെ, എന്നാൽ ലോകം മുഴുവൻ കണ്ട ബത്തൂത്തയ്ക്ക് ഇപ്പോൾ ചിറകുകൾ മാത്രമേ ഉള്ളൂ. അതും ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു. തിരികെ പോകാൻ ഒരിടമില്ലാതെ അദ്ദേഹം ആ തീരത്തൊറ്റയ്ക്ക് നിൽക്കുകയാണ്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ബത്തൂത്ത തന്റെ ജീവിതം മുഴുവൻ ഒന്നുകൂടി ഓർത്തെടുക്കുകയാണ്. യാത്രയിൽ കണ്ടുമുട്ടിയ മനുഷ്യർ, നേടിയ അറിവുകൾ, പക്ഷെ അതോടൊപ്പം നഷ്ടപ്പെട്ട ബന്ധങ്ങൾ. അതെ, മരിച്ചുപോയ സുഹൃത്തുക്കൾ, ഉപേക്ഷിക്കേണ്ടി വന്ന കുടുംബം. നേട്ടങ്ങളുടെ പട്ടികയ്ക്കൊപ്പം നഷ്ടങ്ങളുടെ ഒരു വലിയ പട്ടിക കൂടിയുണ്ട്. കപ്പലിലെ ഉപദേഷ്ടാവായ മാലിക്കുമായുള്ള സംഭാഷണത്തിൽ അദ്ദേഹം ആ വലിയ സത്യം പറയുന്നുണ്ട്. എന്താണത്? ഒരുപക്ഷെ സന്തോഷം യാത്രയിലല്ല, എത്തിച്ചേരലിലാണ്. എത്തിച്ചേരലിൽ. അതെ, ലോകത്തെ അറിയുന്നതിലല്ല, ഒരിടത്ത് സമാധാനമായി ആയിരിക്കുന്നതിലാണ്. ഇത് യാത്ര തുടങ്ങിയ സമയത്തെ ബത്തൂത്തയിൽ നിന്നുള്ള പൂർണ്ണമായ മാറ്റമാണ്. ലോകത്തെ അറിയാനുള്ള അടങ്ങാത്ത ആവേശത്തിൽ നിന്ന് ഒരിടത്ത് സമാധാനമായി ഇരിക്കുന്നതിന്റെ വില അദ്ദേഹം തിരിച്ചറിയുകയാണ്. യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം പുറം ലോകം കാണലല്ല, മറിച്ച് തന്നിലേക്ക് തന്നെയുള്ള യാത്രയാണെന്ന് അദ്ദേഹം വൈകി മനസ്സിലാക്കുന്നു. അതെ, വൈകിപ്പോയി. കഥയുടെ അവസാനം വളരെ നാടകീയമാണ്. മാളദ്വീപിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ അദ്ദേഹത്തിന് ഒരിടം വാഗ്ദാനം ചെയ്യപ്പെടുന്നു. വീണ്ടും ഒരു യാത്രയ്ക്കുള്ള അവസരം. പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ? വീണ്ടും ചിറകുകൾ വിരിക്കണോ അതോ ഇവിടെ എവിടെയെങ്കിലും വേരുകൾ ഇറക്കാൻ ശ്രമിക്കണോ? ഈ ചോദ്യത്തിന് മുന്നിൽ റാസ്റ്റീരിയനായി നിൽക്കുന്ന ബത്തൂത്തയുടെ ചിത്രത്തോടെയാണ് ആഖ്യാനം അവസാനിക്കുന്നത്. തന്റെ യാത്രാക്കുറിപ്പിലെ താളുകൾ തീരാറായതുപോലെ ജീവിതവും അവസാനത്തോട് അടുക്കുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇബ്നു ബത്തൂത്തയുടെ ഈ കഥ നമ്മോട് പറയുന്നത്,
യാത്രയുടെ രണ്ടു മുഖങ്ങളെക്കുറിച്ചാണ് അല്ലേ? തീർച്ചയായും അത് അറിവും അനുഭവങ്ങളും നൽകി നമ്മളെ സമ്പന്നരാക്കും. പക്ഷേ അതേസമയം അത് നമ്മളിൽ നിന്ന് പലതും കവർന്നെടുക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും. സ്വയം കണ്ടെത്താനുള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എന്നാൽ ആ യാത്രയുടെ അവസാനം അദ്ദേഹത്തിന് സമാധാനമാണോ അതോ ശൂന്യതയാണോ ലഭിച്ചത് എന്നത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നു. ആഖ്യാനം ഒരു ഉത്തരവും നൽകാതെയാണ് അവസാനിക്കുന്നത്. ബത്തൂത്ത ആ മഴയത്ത് കപ്പലിനെക്കുറിച്ച് ഓർത്തു നിൽക്കുന്നു. ഇത് നമ്മളെ ഓരോരുത്തരെയും ഒരു ചിന്തയ്ക്ക് വിടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ ചലനത്തിനും പുതിയ അനുഭവങ്ങൾക്കും വേണ്ടിയുള്ള ചിറകുകൾക്കാണോ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? അതോ ഒരിടത്ത് ഉറച്ചു നിൽക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും സഹായിക്കുന്ന വേരുകൾക്കാണോ? ഇതിൽ ഒന്നിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ മറ്റേത് നഷ്ടപ്പെടുത്തുന്നതിന്റെ വില നൽകാൻ നിങ്ങൾ തയ്യാറാണോ?